പാചകവാതക വാണിജ്യ സിലിണ്ടറിന്റെ വില ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഹോട്ടലുകൾ ഇന്ന് 24 മണിക്കൂർ അടച്ചിടും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാരമാണ് പ്രതിഷേധം. റെസ്റ്റോറന്റ്, ബേക്കറി, ക്യാന്റീനുകൾ എന്നിവയും പ്രതിഷേധത്തിൽ പങ്കെടുക്കും. 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് 993 രൂപ കൂട്ടിയ സാഹചര്യത്തിലാണ് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. പാചകവാതക വിലക്കയറ്റം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പെട്രോളിയം കമ്പനികളുടെ ഓഫീസിന് മുന്നിലേക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. ഗോകുൽനാഥും ശരത് എസ് എസുമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ആദ്യം ഗോകുലിലേക്ക്. ഗോകുൽ, അപ്പോൾ സംസ്ഥാനമാകെ ഉള്ള എല്ലാ ഇത്തരത്തിലുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ക്യാൻറ്റീനുകളും എല്ലാം പൂർണ്ണമായും ഈ സമരത്തിൽ പങ്കെടുക്കുകയല്ലേ? തുറപ്പ് 993 രൂപ ഒറ്റത്തവണയായി കൂട്ടിയത് നട്ടുപൊടിച്ചു കളഞ്ഞു. അവരുടെ ന്യായമായ ഒരു സമരമാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു ആലോചനകൾ? കീർത്തന, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുൻപിലാണ്. ഇവിടെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും വലിയ തിരക്കുണ്ടാകുന്ന പ്രദേശങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പേരിലുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ അമിതമായ വിലവർദ്ധനയ്ക്കെതിരെ 24 മണിക്കൂർ കടയടപ്പ് സമരം എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് കാണാൻ പറ്റും ഈ സംഘടനയിൽ പെടാത്ത ഹോട്ടലുകൾ ചിലത് തുറന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന് മുൻവശമായതുകൊണ്ട് മാത്രം തിരിച്ചു വരാം. ശരത് എസ് എസ് ഉണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, കോഴിക്കോട്ടെ സാഹചര്യം എന്താണ്? ഹോട്ടലുകളെല്ലാം അടച്ചിട്ട നിലയിൽ തന്നെയാണോ? കീർത്തന, നിലവിൽ കോഴിക്കോടും സമാനമായ സാഹചര്യം തന്നെയാണ്. അതായത് ശക്തമായ പ്രതിഷേധം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് കോഴിക്കോട് ജില്ലയിലും ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ അവരുടെ പ്രതിഷേധ മാർച്ചും ധർണയും ഒക്കെ തന്നെ കോഴിക്കോടുണ്ട്. രാവിലെ 11 മണിക്കാണ് പ്രതിഷേധ മാർച്ച് കോഴിക്കോട് നഗരത്തിൽ നടക്കുന്നത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒറ്റയടിക്കാണ് 993 രൂപ കൂട്ടിയത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഈ മേഖല നേരിടുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ ഈ ഇത്തരത്തിൽ സിലിണ്ടറുകൾ ലഭിക്കാത്ത പ്രശ്നങ്ങളൊക്കെ തന്നെ ഹോട്ടൽ മേഖലയെ വലിയ കാര്യമായി ബാധിച്ചതാണ്. അതിനു പുറമെയാണ് ഇത്തരത്തിൽ ഒറ്റയടിക്ക് വില വർദ്ധിപ്പിക്കുക കൂടി ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആളുകളൊക്കെ തന്നെ പോകുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് അവർ ഇപ്പോൾ എന്തായാലും ആ സമരത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ ഹോട്ടലുകൾ മാത്രമല്ല, ക്യാൻറ്റീനുകളും ഒപ്പം ബേക്കറികളും അടക്കം അടച്ചിരുന്നതോടുകൂടി തന്നെ കോഴിക്കോട് നഗരത്തിൽ വലിയ പ്രതിസന്ധി ആളുകൾ നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം തേടി നിരവധി ആളുകൾ എത്താറുള്ളതാണ്. ഭക്ഷണം അത്രത്തോളം പ്രധാനപ്പെട്ട ജില്ലയാണ് കോഴിക്കോട്. പക്ഷേ ഇന്നെന്തായാലും ഇത്തരമൊരു സമരത്തിലേക്ക് ഹോട്ടലുകൾ കടക്കുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ പൊതുവിലുണ്ടാകും. മാത്രമല്ല, ഇന്ന് അവധി ദിവസമോ മറ്റുള്ള ദിവസമോ ഒന്നും തന്നെയല്ല. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും മറ്റ് ഓഫീസുകളും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജീവനക്കാരുൾപ്പെടെ ആശ്രയിക്കുന്ന ഹോട്ടലുകളുണ്ട്, ക്യാൻറ്റീനുകളുണ്ട്. അതൊക്കെ തന്നെ അടച്ചിരുന്നതോടുകൂടി തന്നെ വലിയ പ്രതിസന്ധി ജനങ്ങൾ നേരിടുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ശക്തമായ സമരമായിരിക്കും ഇന്നിപ്പോൾ കോഴിക്കോട് പറഞ്ഞത്. ഗൂഗിളിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ ഗൂഗിൾ, അപ്പോൾ തലസ്ഥാനത്തെ ഒരു കാഴ്ച എന്താണ്? ഇപ്പോൾ അത് തന്നെയാണ്. ഇന്ന് ഒരു അവധി ദിവസമല്ല, ബുധനാഴ്ചയാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഗൂഗിൾ ഉള്ളത്. ഒരുപാട് ആളുകളൊക്കെ വരുന്ന ആശ്രയിക്കുന്ന ഫുഡ് സ്പോട്ടുകളൊക്കെ ചുറ്റുമുണ്ട്. അപ്പോൾ എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണോ? എല്ലാ ഹോട്ടലും പൂർണ്ണമായും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? തീർച്ചയായും തിരുവനന്തപുരത്തെ ഏറെക്കുറെ ഹോട്ടലുകളിലെല്ലാം ഇപ്പോൾ നിലവിൽ ഈ സമരവുമായി സംഘടിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ പോസ്റ്ററിൽ കാണാം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ കീഴിലുള്ള ഏറിയ പങ്ക് ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ അപ്പുറത്തേക്ക് നോക്കിയാൽ കുറച്ച് ഹോട്ടലുകളും അതേപോലെ തന്നെ ചെറിയ കടകളും തട്ടുകടകളും ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ട്. അവിടെയൊക്കെ തന്നെ വലിയ തിരക്കും നിലവിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുന്നത് പോലെ തന്നെ 993 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഹോട്ടൽ ഉടമകൾക്കും അതേപോലെ തന്നെ തൊഴിലാളികൾക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ട് ഈ മേഖലയിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിലവിൽ സാധാരണക്കാരനും വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് ഇത്രത്തോളം തിരക്ക് ഈ ചെറിയ കടകളിലോ അല്ലെങ്കിൽ തട്ടുകടകളിലോ ഒന്നും ഉണ്ടാകുന്നതല്ല. ഒരുപാട് ഹോട്ടലുകൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ തൊട്ട് മുൻവശത്താണ്. പക്ഷേ അപ്പോഴും ഇവിടെ വലിയ തിരക്ക് ഇന്ന് തുടരുന്നതിൻ്റെ സാഹചര്യം ഇന്ന് ഈ ഹോട്ടലുകൾ അടക്കമൊന്നും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഓൺലൈൻ ഫുഡ് ഡെലിവറിയെയും ഇന്ന് സാരമായി തന്നെ കാര്യങ്ങൾ ബാധിക്കും. തിരുവനന്തപുരത്ത് തന്നെ ഏകദേശം 5 ലക്ഷത്തോളം ഉപഭോക്താക്കൾ സ്ഥിരമായി ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിൽ നിന്നും കൃത്യമായി ഓർഡർ ചെയ്യുന്നു എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ഇപ്പോഴും ഇന്നിപ്പോൾ അത് പ്രവർത്തിക്കില്ല. അതിൻ്റെ ഭാഗമായി വലിയ തിരക്ക് ചെറിയ തട്ടുകടകളിലും അതേപോലെ തന്നെ ഈ സംഘടനയിൽ പെടാത്ത ഹോട്ടലുകളുടെയും ഒക്കെ മുൻപിലുണ്ട്. പലയിടങ്ങളിലും വാണിജ്യ സിലിണ്ടറുകൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം അവർ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുൻപിലാണ്. അവിടെയും വലിയ ബുദ്ധിമുട്ടുണ്ട്. ചേട്ടാ, ഗ്യാസ് ഉണ്ടോ ഇവിടെ? ഗ്യാസ് ഇല്ല ചേട്ടാ, ഇല്ല. തൽക്കാലത്തിന് എങ്ങനെയാ? റേറ്റ് കൂടുവാണെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കേണ്ട ഗതികേട് വരുവുള്ളൂ. വലിയ കടകൾക്കാണ് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. നമ്മളും ചെറിയ കടക്കാരാണെങ്കിൽ നമ്മളും കൂലിക്ക് തന്നെയല്ലേ പണിയുന്നത്.
ആര് വന്നാലും പോയാലും നമുക്ക് പണിയെടുത്തല്ലേ പറ്റുള്ളൂ. എത്ര രൂപയ്ക്കാണ് ഗ്യാസ് വാങ്ങുന്നത്? 250. ആ ഇത് 3250 രൂപയ്ക്കൊക്കെയാണ് ഗ്യാസ് പലയിടങ്ങളിലും വാങ്ങുന്നത്. കരിഞ്ചന്തയും പൂഴ്ത്തിവെക്കും ഇപ്പോൾ പലപ്പോഴും പ്രശ്നമായി മാറുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആ സമയത്താണ് ഈ 3250 രൂപയ്ക്കൊക്കെ പലപ്പോഴും ഈ ഗ്യാസ് കുറ്റി വാങ്ങേണ്ട ഒരു ഗതികേട് തിരുവനന്തപുരത്തെ ചെറിയ കടകൾക്ക് പോലും ഉള്ളതെന്നുള്ളതാണ്. പ്രധാനമായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഇത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമല്ല. കാരണം നമുക്കറിയാം ഒരുപാട് ഹോട്ടലുകൾ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഏറിയ പങ്ക് കടകളും അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ തൊട്ട് കാണുന്ന പ്രദേശങ്ങളിലൊക്കെ ഈ സർജിക്കൽ സെന്റേഴ്സ് അടക്കമുള്ളതുണ്ട്. അതിനപ്പുറത്തേക്ക് കോഫി ഷോപ്പുകളുണ്ട്. ആ പ്രദേശത്തുള്ള കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു നിലയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വലിയ ക്യൂ ആണ് ഓരോ ഹോട്ടലുകളുടെയും ഈ നിലവിലുള്ളത്. അതായത് ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കീഴിൽ പെടാത്ത ഹോട്ടലുകൾക്കൊക്കെ വലിയ തിരക്ക് നിലവിൽ നേരിടുന്നുണ്ട്. ചെറിയ കടകളൊക്കെ ഉണ്ട്, അതിന് മുൻപിലൊക്കെ വലിയ തിരക്കാണ് നേരിടുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറിയെ കൃത്യമായി സാരമായി തന്നെ ബാധിക്കും. ഇപ്പോൾ ഒരു കടയ്ക്ക് മുൻപിലെ തിരക്കാണ് നമ്മൾ കാണുന്നത്. അതിനുള്ളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ സംഘടനയ്ക്ക് കീഴിൽ പെടാത്ത ഹോട്ടലാണ്. അവിടെ എങ്ങനെയാണ് പാചകം കൃത്യമായി മാനേജ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഓരോ ഹോട്ടലുകളിലും തിരുവനന്തപുരത്ത് വേണ്ടി വരുന്നത് 30-40 സിലിണ്ടറാണ് ഒരു ദിവസം ആവശ്യമായി വരുന്നത്. ഒരു ഗ്യാസ് കുറ്റിക്ക് വേണ്ടി വരുന്ന വില ഇപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു, 3250 രൂപയാണ് ഒരു ഗ്യാസ് കുറ്റിയുടെ വില എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുള്ളതാണ്. എന്നാൽ ഗ്യാസ് ഉണ്ട്? ഗ്യാസ് ഇല്ല. ഇന്നിപ്പോൾ നിലവിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇന്നിപ്പം വല്ലപ്പോഴും ഒക്കെ ഒരു 3000 രൂപയൊക്കെ 3500 രൂപ കൊടുക്കുമ്പോൾ ഓരോന്ന് കിട്ടും. മെഡിക്കൽ കോളേജിന്റെ മുൻവശമാണ്, സ്വാഭാവികമായിട്ടും വലിയ തിരക്കുണ്ടാവേണ്ടതാണ്. പക്ഷെ ഇന്നിപ്പോൾ കനത്ത തിരക്ക് ഈ ഹോട്ടലുണ്ട്. എന്തുകൊണ്ട് അടയ്ക്കാൻ എന്താ? അടയ്ക്കാതെ ഇന്ന് ഇത് ഞങ്ങൾ നേരത്തെ ഇതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ അറിയാതെ വന്നപ്പോൾ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് കോവത്തുപ്പരുവായി. അപ്പം ഞങ്ങൾ അത് കൊടുത്ത് തീർന്നുള്ള ഞങ്ങൾ അടയ്ക്കാൻ പോകണം. ഇപ്പൊ ഈ രോഗികൾക്കൊക്കെ വലിയ ആശ്വാസമായി. ആശ്വാസമല്ല, രോഗികൾക്ക് ഒന്നും കിട്ടൂല ഇന്ന് ആശ്വാസം. കുടിയിരിപ്പുകാർക്കൊരു ആശ്വാസമായി. എന്താണ് കുടിയിരിപ്പുകാർക്ക് എന്തിനാണ് ആശ്വാസം? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാമല്ലോ. ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇപ്പം അടയ്ക്കുമല്ലോ ഞങ്ങൾ. ഞങ്ങളിപ്പോൾ അടയ്ക്കും. ഞങ്ങൾ അരിയൊന്നും വെള്ളത്തിലിട്ടില്ലെങ്കിൽ അടയ്ക്കില്ലായിരുന്നു. അതൊക്കെ മാവൊക്കെ ആക്കിയുണ്ട്, അതിനെ കൊടുത്ത് തീർത്തിട്ട് അടയ്ക്കും. ബുദ്ധിമുട്ട് തുടരുന്നുണ്ട്. കാരണം പല ഹോട്ടലുകളും ഒക്കെ ഏറെക്കുറെ അടച്ചു. പക്ഷേ ഇവിടെ ഇപ്പോൾ അടയ്ക്കാത്തതിൻ്റെ കാരണം പറഞ്ഞു, മുൻകൂട്ടി അറിയിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. അരിമാവൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്നൊരു ദിവസം തുറക്കേണ്ടതിൻ്റെ സാഹചര്യം വന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ആ കടയിൽ വലിയ തിരക്ക് നേരിടുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ പ്രദേശത്ത് ഒരുപാട് കടകളുണ്ട്. ഒരിടത്ത് മാത്രമായിട്ട് അത്രത്തോളം ആളുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രദേശമല്ല. എന്തായാലും വലിയ ബുദ്ധിമുട്ട് ഈ പ്രദേശത്തുള്ളവർക്കുണ്ട്. ചേട്ടാ, ഗ്യാസിന്റെ വില 993 രൂപയായിട്ട് മാറിയിരിക്കുക. അപ്പം ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് വന്നതാണ്. അപ്പം ബുദ്ധിമുട്ടുണ്ടോ? സ്റ്റാഫാണ്, ഞാനിവിടുത്തെ സ്റ്റാഫാണ്. ബുദ്ധിമുട്ട് കൃത്യമായിട്ട് അറിയാമല്ലോ. തീർച്ചയായിട്ടും രോഗികളുടെ അവസ്ഥ വലിയ ദയനീയമാണ്. അപ്പോൾ നിലവിൽ ഞാൻ നോക്കിയിട്ട് 1-2 കടകൾ മാത്രമേ ഉള്ളൂ. 1-2 കടകളില്ല. അതിപ്പോൾ എല്ലാവരും അടയ്ക്കും. ഇപ്പോൾ അടയ്ക്കും, എല്ലാവരും അടയ്ക്കും. അല്പസമയത്തേക്ക് മാത്രം തുറന്ന കടകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോഴാണ് അറിയുന്നത് ഈ കടകൾ കുറച്ച് നേരത്തേക്ക് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളത് കാര്യം. ചില ഹോട്ടലുകളുടെ മുമ്പിലൊക്കെ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് മുൻകൂട്ടിയായിട്ട്. പക്ഷേ ആ ഹോട്ടലുകളൊക്കെ അടഞ്ഞു തന്നെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് തിരുവനന്തപുരം നഗരം നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഫുഡ് ഡെലിവറി ഇല്ല. മാത്രമല്ല മെഡിക്കൽ കോളേജും മറ്റനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങൾ എല്ലാ തരത്തിലും ഈ ഹോട്ടൽ വ്യവസായ മേഖല തന്നെ സ്തംഭിച്ചു പോകുന്ന അവസ്ഥയാണ്. കാരണം ഈ യുദ്ധത്തിന്റെ ആ ഒരു സാഹചര്യത്തിൽ ഈ ഗ്യാസ് സിലിണ്ടറിന്റെ ഒരു കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെയാണ് 993 രൂപ ഒറ്റത്തവണ കൂട്ടിയത്. അപ്പോൾ പൂർണ്ണമായും കടകൾ അടച്ചുകൊണ്ടുള്ളൊരു സമരത്തിലേക്ക് ഹോട്ടൽ വ്യവസായ മേഖല കടക്കുകയാണ്. അപ്പോൾ ഇന്ന് പുറത്തൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോട്ടലുകൾ, ക്യാൻറ്റീനുകൾ, ബേക്കറികളൊക്കെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്.